കമ്മ്യൂണിസ്റ്റുകാർക്ക് കേരളത്തിന്റെ റെയിലല്ല, കമ്മ്യൂണിസ്റ്റ് റെയിലായിരുന്നു. അതിന്റെ കഥ അങ്ങനെ തുടങ്ങും മുമ്പ് തന്നെ കേന്ദ്രം അത് തല്ലിക്കെടുത്തി. അല്ലെങ്കിൽ കെ റെയിൽ പാതയിലൂടെ ചുവന്ന ട്രെയിൻ ഓടിക്കാൻ ഇവർ കരാർ ഒപ്പിട്ടേനെ. അടുത്ത കേരളത്തെ വിറ്റുകുടിച്ചതിന്റെ മറ്റൊരു വെർഷനാണ് കെ ഫോൺ. ഇടതുകാർ പറയും കേരളത്തിന്റെ ഫോണെന്ന്, CPM പറയും കമ്മ്യൂണിസ്റ്റ് ഫോണെന്ന്. എന്നാലോ കെ ഫോൺ എന്നാൽ കാലഹരണപ്പെട്ട ഫോണായി മാറിയിരിക്കും. അതേ ഒച്ചിന്റെ വേഗത്തിൽ ഇഴയുന്ന കെ ഫോൺ നെറ്റ്വർക്കിന് ബില്ലടയ്ക്കണമെന്ന വാശിയിലാണ് ഇപ്പോൾ അധികാരികളുള്ളത്. കെ ഫോൺ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും ഉടൻ ബില്ലടയ്ക്കണമെന്നാണ് നിർദ്ദേശം. മാസപ്പടി കേസിൽ പിണറായി വിജയനും മകളും നിന്ന് കറങ്ങും പോലെ നിന്ന് കറങ്ങുകയാണ് കെ ഫോൺ. സർക്കാർ നടത്തി പരാജയപ്പെട്ട പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് കെ ഫോൺ. ചിലവോ കോടികൾ. 30,000 സർക്കാർ ഓഫീസുകളിൽ കെ ഫോൺ എത്തിക്കാൻ ലക്ഷ്യമിട്ടതിൽ ഡിസംബറിലെ കണക്കനുസരിച്ച് 18,000 കണക്ഷനുകൾ നൽകിയിട്ടുള്ളൂ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് 14,000 സൗജന്യ കണക്ഷൻ നൽകാൻ തീരുമാനിച്ചതിൽ 5,000 പോലും നൽകുവാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പുതിയ പല പദ്ധതികളും ആവിഷ്കരിച്ചെങ്കിലും വേഗതയുള്ള ഇന്റർനെറ്റ് മാത്രം കൊടുക്കാൻ കെ ഫോണിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. വിവരവിനിമയ രംഗത്ത് രാജ്യം അത്ഭുതപൂർവമായി വളർച്ച കൈവരിക്കുന്നതിനിടെയാണ് സംസ്ഥാനത്തുടനീളം എല്ലാ ജലവിഭാഗങ്ങളിലേക്കും ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അഥവാ കെ ഫോൺ ജൂൺ 5-ന് കേരള സർക്കാർ തുടക്കം കുറിക്കുന്നത്. അന്ന് BJP പറഞ്ഞതാണ് ഇതും ജനത്തെ പറ്റിക്കാനാണെന്ന്. പക്ഷേ ആരും കേൾക്കാൻ കൂട്ടാക്കില്ല. എന്നാൽ അന്ന് അത് കേൾക്കാത്ത ജനം സ്വകാര്യ കമ്പനികളുടെ ധാരാളിത്തമുള്ള ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സേവന രംഗത്തേക്കാണ് കേരള സർക്കാർ നിയന്ത്രണത്തിൽ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനം രംഗപ്രവേശനം ചെയ്യുന്നത്. കെ ഫോൺ പദ്ധതിയുടെ നടത്തിപ്പിനായി ഭരണാനുമതി ലഭിച്ചത് 1,028.8 കോടി രൂപയ്ക്കാണ്. എന്നാൽ നിർമ്മാണ പ്രവർത്തനത്തിന് 2 വർഷവും ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിന് 7 വർഷവും ഉൾപ്പെടെ 9 വർഷത്തെ കരാറാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് നൽകിയത്. ഇതിനായി നൽകിയ കരാർ തുക 1,531 കോടി രൂപ. ഇതിൽ 1,168 കോടി രൂപ നിർമ്മാണ പ്രവർത്തനത്തിനും 363 കോടി രൂപ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിനുമായി കരാർ ഉറപ്പിച്ചു. കേരളത്തിന്റെ പല ജില്ലകളിലും എയർടെൽ, ജിയോ തുടങ്ങിയ പ്രമുഖ നെറ്റ്വർക്കുകളുടെ സേവനമുള്ളതിനാൽ കെ ഫോണിന്റെ സ്വീകാര്യത ജില്ലകളിൽ വളരെ തന്നെ കുറഞ്ഞു. മാത്രമല്ല, ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമല്ല കേരളം. സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ ഉപയോഗിക്കുന്നതിൽ കേരളത്തിലെ ജനങ്ങൾ അത്ര പിന്നിലുമല്ല. സ്വകാര്യ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ കെട്ടിലും മട്ടിലും പ്രവൃത്തിയിലും മത്സരിക്കാൻ തയ്യാറെടുക്കാതെ ഈ രംഗം പിടിച്ചു നിർത്തുകയും വളരെ പ്രയാസകരമാണ്. കെ ഫോൺ ഇന്റർനെറ്റിലേക്ക് മാറണമെന്ന നിർദ്ദേശത്തിൽ BSNL കണക്ഷൻ കട്ട് ചെയ്ത സ്കൂളുകൾ പ്രയാസം നേരിട്ട സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്റർനെറ്റ് കട്ട് ചെയ്ത ഇടങ്ങളിൽ കെ ഫോൺ കണക്ടിവിറ്റി എത്തുന്നത് വൈകിയതും ലഭിച്ച ഇടങ്ങളിൽ മതിയായ വേഗമില്ലാത്തതും സ്കൂളിന്റെയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാക്കി. അങ്ങനെ കേരള സർക്കാർ നടത്തിയ പരീക്ഷണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് കെ ഫോൺ. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ് TV.